നമസ്കാരം. ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. സൗദി അറേബ്യ 83-ാം ദേശീയ ദിനാഘോഷത്തിൽ രാജ്യമെങ്ങും പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ആഘോഷ പരിപാടികൾ. ഈജിപ്തിൽ മുസ്ലിം ബ്രദർഹുഡിന് നിരോധം. ബ്രദർഹുഡിന്റെ ആസ്തികൾ മരവിപ്പിക്കാനും പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനും ഉത്തരവ്. കുവൈത്ത് എയർവേസിന്റെ സ്വകാര്യവൽക്കരണ നടപടികൾ ചുവപ്പ് നാടയിൽ. ദേശീയ വിമാന കമ്പനി ഓഹരി പങ്കാളിത്തമുള്ളതാക്കി മാറ്റാൻ അനുമതിയില്ല. കുവൈത്തിൽ പെരുമാറ്റച്ചട്ടം ലംഘിച്ച 5 ഖത്തീബുമാർക്ക് മതകാര്യ വകുപ്പിന്റെ സസ്പെൻഷൻ. നടപടി ജുമുഅ ഖുതുബകളിൽ രാഷ്ട്രീയ പരാമർശം നടത്തിയതിന്. ദുബൈയിൽ വാടക വർധന നിയന്ത്രിക്കാൻ നടപടികൾ വരുന്നു. 2014ഓടെ വാടക നിയന്ത്രണത്തിന് കരാറുകൾ കൊണ്ടുവരും. 83-ാമത് ദേശീയ ദിനം സൗദിയിൽ അത്യാവേശത്തോടെ ആഘോഷിക്കുകയാണ്. രാജ്യത്ത് വിവിധ ഇടങ്ങളിലായി നടക്കുന്ന ആഘോഷ പരിപാടികളിൽ പതിനായിരങ്ങളാണ് പങ്കെടുക്കുന്നത്. നാടേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കപ്പെടും. നീ ഞങ്ങൾക്കെന്നും പ്രിയങ്കരിയാണ്. ദേശസ്നേഹം തുടിക്കുന്ന ഇത്തരം വാക്കുകളാൽ നാടും നഗരവും ഒന്നാകെ ആഘോഷ തിമർപ്പിലാണിപ്പോൾ. ഉച്ചതിരിഞ്ഞതോടെ തന്നെ റിയാദിലെ പ്രധാന റോഡുകളെല്ലാം കൊടിതോരണങ്ങളാൽ അലങ്കരിച്ച വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞു. വൈകുന്നേരത്തോടെ പ്രധാന പാർക്കുകളും ഷോപ്പിംഗ് സെന്ററുകളും ആഘോഷവേദികളായി മാറി. സൈനികാഭ്യാസം, സ്പോർട്സ്, വിനോദ പരിപാടികൾ, സാംസ്കാരിക കലാപരിപാടികൾ, ഫിലിം പ്രദർശനം, നാടകം, മോട്ടോർ ബൈക്കുകളുടെയും കാറുകളുടെയും അഭ്യാസം, സൗദി പതാകയേന്തിയുള്ള പാരച്യൂട്ട് പ്രദർശനം തുടങ്ങി വൈവിധ്യമാർന്ന അനേകം പരിപാടികളാണ് റിയാദിലെ 7 വേദികളിലായി പുരോഗമിക്കുന്നത്. നഗരത്തിലെ 5 മൈതാനങ്ങളിൽ കരിമരുന്നിന്റെ വിസ്മയ കാഴ്ചകളും ഒരുക്കിയിട്ടുണ്ട്. ആഘോഷങ്ങൾക്കായി 6000 ഹരിത പതാകകൾ കൊണ്ടാണ് റിയാദ് നഗരം അലങ്കരിച്ചത്. മലസിലെ കിങ് അബ്ദുള്ള പാർക്ക്, ബദ്ഹയിലെ കിങ് അബ്ദുൽ അസീസ് ഹിസ്റ്റോറിക്കൽ സെന്റർ, ഈസ്റ്റ് റിംഗ് റോഡിലെ എക്സിബിഷൻ നഗരി തുടങ്ങിയ ആഘോഷവേദികളെല്ലാം സ്വദേശികളും വിദേശികളും ഉൾപ്പെടെയുള്ള ജനസഞ്ചയത്താൽ നിറഞ്ഞിരിക്കുകയാണ്. പ്രൗഢിയുടെയും പ്രതാപത്തിന്റെയും പിന്നിട്ട 83 വർഷം ഏറെ ആവേശത്തോടെയാണ് റിയാദ് നിവാസികൾ കൊണ്ടാടുന്നത്. KCM അബ്ദുള്ള, മീഡിയ 1, റിയാദ്. സൗദി ജനതയ്ക്ക് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ഫൈസ് അഹമ്മദ് കിദ്വായി ആശംസകൾ നേർന്നു. സൗദി ഭരണാധികാരി അബ്ദുള്ള ബിൻ അബ്ദുൽ അസീസും വിവിധ മന്ത്രിമാരും ഇന്ത്യൻ ജനതയ്ക്ക് നൽകി വരുന്ന സഹായങ്ങളിൽ അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. I would take this occasion to convey my heartfelt greetings to the custodian of the 2 holy mosques, King Abdullah bin Abdul Aziz, and all the nationals of the Kingdom of Saudi Arabia and all the Indians residing here. My best wishes on their National Day, and I hope that and I pray that this country prospers, this country grows from strength to strength, and the biggest advantage which this country has is that it has the 2 holiest mosques of Islam for all Muslims, and that they continue serving Muslims like they are doing now, like they have done, and like their government does, like their royalty does, and I hope the relationship. ദേശീയ ദിനത്തിൽ 2ാം ഉപപ്രധാനമന്ത്രിയും അബ്ദുള്ള രാജാവിന്റെ ഉപദേഷ്ടാവുമായ അമീർ മുഖ്രീൻ ബിൻ അബ്ദുൽ അസീസ് അൽ സഊദ് ആശംസകൾ നേർന്നു. രാജ്യത്ത് സുഭിക്ഷതയും ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന വേളയിലാണ് ദേശീയ ദിനം ആചരിക്കുന്നതെന്ന് അമീർ മുഖ്രീൻ പറഞ്ഞു. രാജ്യം കെട്ടിപ്പടുക്കാൻ സൗദി സ്ഥാപകൻ അബ്ദുൽ അസീസ് രാജാവ് നടത്തിയ പരിശ്രമങ്ങൾ നന്ദിയോടെ സ്മരിക്കപ്പെടുമെന്നും അമീർ മുഖ്രീൻ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. രാജ്യം 83-ാം ദേശീയ ദിനം ആചരിക്കുന്ന അവസരത്തിൽ സൗദി കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ അമീർ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സഊദും രാജ്യനിവാസികൾക്ക് ദേശീയ ദിനാശംസകൾ അർപ്പിച്ചു. സ്വാതന്ത്ര്യം ലഭിച്ച നാൾ മുതൽ ഊഷ്മളമായി തുടരുന്നതാണ് ഇന്ത്യ സൗദി ബന്ധം. 30 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് സൗദിയിൽ ഉപജീവനം നേടുന്നത്. ഏറ്റവും അധികം ഇന്ത്യക്കാർ പ്രവാസികളായി കഴിയുന്ന രാജ്യമാണ് സൗദി അറേബ്യ. സൗദ് ബിൻ അബ്ദുൽ അസീസ് രാജാവ് 1995-ൽ ഇന്ത്യ സന്ദർശിച്ചു. തൊട്ടടുത്ത വർഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സൗദി അറേബ്യയും സന്ദർശിച്ചു. 1982-ൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ സന്ദർശനത്തോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമായി. ഏകദേശം ഇക്കാലയളവിലാണ് സൗദിയിലേക്കുള്ള ഇന്ത്യക്കാരുടെ കുടിയേറ്റം ശക്തമായത്. 2006-ൽ അബ്ദുള്ള രാജാവിന്റെ ഇന്ത്യ സന്ദർശനവും അതേ തുടർന്നുണ്ടായ ഡൽഹി പ്രഖ്യാപനവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ നാഴികക്കല്ലായി മാറി. ഒരു സൗദി രാജാവ് ഒപ്പിടുന്ന ആദ്യ ഉഭയകക്ഷി കരാറായിരുന്നു അത്. ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി ബന്ധത്തിനുള്ള നിരവധി മാർഗരേഖകൾ അടങ്ങിയതാണ് ഡൽഹി പ്രഖ്യാപനം. 2010-ൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് നടത്തിയ സൗദി സന്ദർശനവും അതേ തുടർന്നുണ്ടായ റിയാദ് പ്രഖ്യാപനവും ഇതിന് തെളിവാണ്.
ഇരു രാജ്യങ്ങളും തന്ത്രപരമായ പങ്കാളിത്തം പ്രഖ്യാപിക്കുകയും നയതന്ത്ര, രാഷ്ട്രീയ, സൈനിക, സാംസ്കാരിക രംഗങ്ങളിലെല്ലാം സഹകരണത്തിന്റെ പുതിയ മേഖലകൾ കണ്ടെത്തുകയും ചെയ്തു. 11ഓളം ധാരണാപത്രങ്ങളാണ് വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടിട്ടുള്ളത്. ഈ സഹകരണത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഉടൻ യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഇന്ത്യ-സൗദി ഗാർഹിക തൊഴിൽ കരാർ. 1.25 ലക്ഷം ഹാജിമാരാണ് ശരാശരി സൗദിയിൽ തീർത്ഥാടനത്തിനായി എത്തുന്നത്. സൗദിയുടെ വളർച്ചയിൽ ഇന്ത്യൻ പ്രവാസികളുടെ പങ്കും നിർണായകമാണ്. $36.74 മില്യൺ വാണിജ്യമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിവർഷം നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ദേശീയ ദിനം ആഘോഷിക്കുന്ന സൗദിയിലെ സ്വദേശികൾക്കും പ്രവാസി സമൂഹത്തിനും സൗദി വാർത്താവിതരണ വകുപ്പ് മുൻ സഹമന്ത്രിയും ഓഡിയോ വിഷ്വൽ കമ്മീഷൻ പ്രസിഡന്റുമായ ഡോക്ടർ റിയാദ് നജ്ം ആശംസകൾ നേർന്നു. Okay, Bismillah ar-Rahman ar-Rahim. The National Day in Saudi Arabia is an event that we are very happy to celebrate every year, and it resembles the day when Saudi Arabia has been united into one unified country after it was different regions that are not organized and not tied with one single form of political entity. This day we are glad to celebrate because it has made this country one of the major countries in the world where we are honored to host and to serve the two holy mosques in Makkah al-Mukarramah and Medina al-Munawwara, and I hope Allah will help us. മലയാളി ജീവിതം ഇന്ന് കാണുന്ന രീതിയിലായതിന് പിന്നിൽ സൗദി അറേബ്യ എന്ന ഒരു രാജ്യമുണ്ട്. അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഹൃദയവിശാലതയുണ്ട്. ഇന്ത്യയുമായി സ്വാതന്ത്ര്യ കാലഘട്ടം മുതൽ ഊഷ്മള ബന്ധം പുലർത്തുന്ന ഈ രാജ്യത്ത് ലഭ്യമായ മുഴുവൻ സാധ്യതകളും നാം കണ്ടെത്തിയിട്ടുണ്ടോ? സ്വദേശിവൽക്കരണത്തിൻ്റെ ഈ കാലത്തും സൗദി ഭരണകൂടം ഇന്ത്യൻ സമൂഹത്തോട് കാട്ടുന്ന വിട്ടുവീഴ്ചയ്ക്ക് നാം എന്താണ് പകരം നൽകുന്നത്? ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റ് ചർച്ച ചെയ്യുന്നു. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഗൾഫ് മാധ്യമം എഡിറ്റർ VK ഹംസ അബ്ബാസ് ദുബൈയിൽ നിന്ന് ചേരും. സൗദിയിലെ ഏറ്റവും വലിയ പ്രവാസി സംഘടനയായ KMCCയുടെ പ്രസിഡന്റ് KP മുഹമ്മദ് കുട്ടി തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ, തനിമ സൗദി അധ്യക്ഷൻ KM റഷീദ്, സാംസ്കാരിക പ്രവർത്തകൻ ജോസഫ് അതിരുങ്കൽ എന്നിവരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം KP മുഹമ്മദ് കുട്ടിയിലേക്ക്. സൗദി പോലെ ഒരു രാജ്യം, അധികം ചരിത്രപരമായ ഒരു രാജ്യം എന്ന നിലയിൽ 100 വർഷത്തെ പഴക്കം മാത്രമാണ് ഇന്നത്തെ ആധുനിക സൗദിക്കുള്ളത്. ആ രാജ്യം സ്വാതന്ത്ര്യ കാലഘട്ടം മുതൽ ഇന്ത്യയുമായി ഊഷ്മള ബന്ധം പുലർത്തുന്നു. ആ അർത്ഥത്തിൽ ഇന്ത്യ എന്താണ് സൗദിക്ക് തിരിച്ചു നൽകുന്നത്? വളരെ ആഹ്ലാദപൂർവമാണ് സൗദി അറേബ്യയുടെ ദേശീയ ദിനാഘോഷം. മഹാനായ ഖാദിമുൽ ഹറമൈൻ ഷരീഫൈൻ അബ്ദുള്ള ബിൻ അബ്ദുൽ അസീസ് രാജാവിൻ്റെ ആ മഹത്തായ രാജ്യത്ത് ഇന്ത്യയിൽ ഏറ്റവും അധികം ഇന്ത്യക്കാർ വെളിയിൽ താമസിക്കുന്ന സൗദി അറേബ്യയിലാണ്. എല്ലാ അർത്ഥത്തിലും സംതൃപ്തമായ ജീവിതം മാത്രമല്ല, കേരളത്തിൽ ഐശ്വര്യപൂർണമായ ജീവിതം, പട്ടിണിയും ദാരിദ്ര്യവുമില്ലാത്ത വൻ വികസനത്തിൻ്റെ കുതിപ്പുണ്ടാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരിക്കുന്നത് സൗദി അറേബ്യയിൽ അധ്വാനിക്കുന്ന സാധാരണക്കാരും സാധുക്കളുമായിട്ടുള്ള തൊഴിലാളികളാണ്. തൊഴിലാളികൾക്ക് ഇത്രയേറെ ആനുകൂല്യങ്ങൾ ചെയ്യുന്ന മറ്റൊരു ഭരണകൂടത്തെ നമ്മൾ കാണുന്നില്ല. രാജാവിൻ്റെ രാജകാരുണ്യം മാത്രം കൊണ്ടാണ് നിത്താക്കാത്തിൻ്റെ പേരിൽ പോലും ഒട്ടനേകം പേർ കയറിപ്പോരേണ്ടി വരുന്ന സാഹചര്യത്തിൽ അവരൊക്കെ നിയമവിധേയമാക്കി തൊഴിൽ ഉറപ്പ് നൽകി നേരത്തെ ഉണ്ടായിരുന്നേക്കാൾ ഏറെ ശമ്പളങ്ങളും ആനുകൂല്യങ്ങളും നൽകി. പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസം ഇന്ത്യയിലെത്താൻ പോകുന്ന സൗദി തൊഴിൽകാര്യ വകുപ്പ് മന്ത്രി ആദിൽ ഫഖീഹി സാന്നിധ്യം തന്നെ ഗാർഹിക മേഖലയിലും ഒട്ടനേകം തൊഴിലാളികൾക്കും ആനുകൂല്യം ഉറപ്പ് നൽകുക മാത്രമല്ല സുരക്ഷിതമാക്കുക കൂടിയാണ്. ഇപ്പോൾ തന്നെ ODPC വഴി സൗദി അറേബ്യയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഡോക്ടർമാരും നഴ്സുമാരും അടക്കമുള്ള പാരാമെഡിക്കൽ സ്റ്റാഫ് അടക്കമുള്ള ഏറ്റവും സുസജ്ജരായ വിദഗ്ധ പരിശീലനം നേടിയിട്ടുള്ള തൊഴിലാളികളെയാണ് സൗദി അറേബ്യയിലേക്ക് ഇപ്പോഴും നിയമിച്ചു കൊണ്ടിരിക്കുന്നത്. അത്ഭുതകരമെന്ന് പറയട്ടെ, ഈ രാജ്യത്തിൻ്റെ വളർച്ച നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ മാത്രമല്ല അറബ് ലോകത്തെ ഒരു വെള്ളി നക്ഷത്രമായി ജാജ്വല്യമാനമായൊരു മഹാസംസ്കാരത്തിൻ്റെ ആധിപത്യം പുലർത്തുന്ന ഒരു രാജ്യത്തേക്ക് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതിയും കയറ്റുമതിയുമായി വൻ ബിസിനസ് ശൃംഖല തുടരുകയാണ്. ഈ രംഗത്ത് സൗദി അറേബ്യ വഹിക്കുന്ന ബന്ധമാണ്
ഇന്ത്യയെ പോലത്തെ ഒരു രാജ്യത്തിൻ്റെ സാമ്പൽ ഘടനയെ ശക്തമായി നിലനിർത്തുന്നത്. അതുകൊണ്ട് ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ഈ മഹത്തായ യജ്ഞത്തിന്, സൗഹൃദ ബന്ധത്തിന് പ്രവാസി മലയാളികൾ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. സൗദി അറേബ്യ ഇന്ത്യക്ക് ഒഴിവാക്കാൻ പറ്റാത്ത, സൗദി അറേബ്യയ്ക്ക് ഇന്ത്യ ഒരിക്കലും മാറ്റി നിർത്തപ്പെടാൻ കഴിയാത്ത ഇരു രാജ്യങ്ങൾ മാത്രമല്ല, സൗദി അറേബ്യയുടെ മഹാനായ രാജാവ് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു, ഇന്ത്യ എൻ്റെ രണ്ടാമത്തെ രാജ്യമാണ്, ഇന്ത്യ എൻ്റെ രണ്ടാമത്തെ ഗേഹമാണ്. ഇതോടുകൂടി 29 ലക്ഷം വരുന്ന അല്ലെങ്കിൽ 30 ലക്ഷം വരുന്ന ഇന്ത്യക്കാർ, അതിൽ 12 ലക്ഷത്തിലധികം വരുന്ന മലയാളി സഹോദരങ്ങൾ അന്നു മുതൽ ആ രാജ്യം തങ്ങളുടേതാണ് എന്ന അതിശക്തമായ വിചാരങ്ങളോടൊപ്പമാണ് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ അങ്ങേയറ്റം അവർക്ക് നന്ദി പറയുകയും ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും ഭദ്രതയ്ക്കും വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്.